ഈ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ നിങ്ങൾ സാധാരണയായി ഇടതുപക്ഷം വലതുപക്ഷം ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ കേൾക്കാറില്ലേ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് സത്യത്തിൽ അറിയാമോ? നമുക്കൊന്ന് നോക്കാം. ഈ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം ചെന്ന് നിൽക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടത്തിലാണ്, ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയുടെ അംഗങ്ങൾ ഉപവിഷ്ടരായിരുന്നത് രണ്ട് ഭാഗത്തായിട്ടാണ്, അസംബ്ലിയുടെ രണ്ട് വശത്തായിട്ടാണ്. അപ്പോഴത്തെ ആ രാജഭരണത്തെയും അതുപോലെ ആ കാലഘട്ടത്തിലെ എല്ലാ പാരമ്പര്യവാദങ്ങളെയൊക്കെ പിന്തുണച്ചിരുന്ന ആൾക്കാർ അസംബ്ലിയുടെ വലതുഭാഗത്തും, നേരെ മറിച്ച് ഒരു മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന റവല്യൂഷണലിസ്റ്റുകളൊക്കെ അസംബ്ലിയുടെ ഇടതുഭാഗത്തുമായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. സ്വാഭാവികമായിട്ടും വലതുപക്ഷത്ത്, അതായത് റൈറ്റ് വിങ് പൊളിറ്റിക്സിൽ സപ്പോർട്ടേഴ്സ് ആയിരുന്ന ആൾക്കാർ പാരമ്പര്യത്തെ, ട്രഡീഷൻസ്, അതുപോലെ തന്നെ അതോറിറ്റി, ഓർഡർ, റിലീജിയൻ, കൾച്ചറൽ വാല്യൂസ്, ക്യാപിറ്റലിസം, ഇതുപോലത്തെ ആശയങ്ങളെ പിന്തുണയ്ക്കുകയും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ആശയങ്ങളെന്ന് പറയുന്നത്, ഐഡിയോളജീസ് എന്ന് പറയുന്നത് കൺസർവേറ്റിസം, നാഷണലിസം, ഫാസിസം, ക്യാപിറ്റലിസം പോലത്തെ ഐഡിയോളജീസ് ആയിരുന്നു. അതേസമയത്ത് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ്, അതായത് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ആൾക്കാരുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് സോഷ്യൽ ഇക്വാലിറ്റി, വർക്കേഴ്സ് റൈറ്റ്, അതായത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ, സെക്യുലറിസം പോലെയുള്ള ആശയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഐഡിയോളജി ബാക്കപ്പ് എന്ന് പറഞ്ഞിരുന്നത് സ്വാഭാവികമായിട്ടും സോഷ്യലിസം, കമ്മ്യൂണിസം, സോഷ്യൽ ഡെമോക്രസി പോലെയുള്ള ആവശ്യങ്ങളായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അതായത് നമ്മൾ വളരെ ലൂസായിട്ട്, വളരെ എളുപ്പത്തിൽ നമ്മളിതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയം നമ്മൾ മുമ്പോട്ട് വെക്കുക. വളരെ പെരിഫറലായിട്ടുള്ള, സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിന്നു പോകുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതാണ്. ഇഫ് ഇറ്റ്സ് വർക്ക്സ് ലെറ്റ് ഇറ്റ് വർക്ക്, എന്തിനാണ് ചുമ്മാ റിസ്ക് എടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു രീതി വലതുപക്ഷ ചിന്തയും. നേരെ മറിച്ച് വിപ്ലവങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇത്തരത്തിൽ നോട്ട് സോ ഈസി റോഡ് എടുക്കുന്ന ആൾക്കാർ, ഇടതുപക്ഷ ചിന്തയുള്ള ആൾക്കാരെന്ന് നമുക്ക് വളരെ ലൂസ്ലി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തുടക്കമൊക്കെ പറയുമ്പോൾ ചെന്ന് നിൽക്കുന്ന ഫ്രാൻസിൽ നിന്ന് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു പൗരൻ്റെ അടുത്ത് പോയിട്ടാണ് കഴിഞ്ഞ പണിമുടക്ക് നടക്കുന്ന ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പോയിട്ട് ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സമരമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചത്. No, not first time in life. I'm French, so there's strikes every 2 weeks in France. 2 weeks? Yeah. No. ഇതിനെയാണ് നമ്മൾ പെരിഫറൽ വ്യൂസ്, ഐഡിയോളജീസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളൊരു സാധനത്തിനെ, ആ ഒരു ഇവൻറ്റിനെ മാത്രം എടുത്ത്, ആ ഒരു സംഭവത്തെ മാത്രം എടുത്ത് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ അതിൻ്റെ ആഘാതത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാതെ വളരെ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളെ മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു വലതുപക്ഷ ചിന്ത തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വ്യക്തികളെയും രാഷ്ട്രീയത്തെയും ഒക്കെ വളരെ ലഘൂകരിച്ച് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. ഉദാഹരണത്തിന് പിണറായി വിജയനെക്കുറിച്ചുള്ള ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങളും സംഗതികളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിസഭയെക്കുറിച്ചുള്ള ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായി. അതിൽ വരുന്ന എല്ലാ ആക്ഷേപങ്ങളും കോടതിയിലും പൊതുജന സമക്ഷത്തിലും വളരെ ദയനീയമായി പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഒരു വലതുപക്ഷ കാഴ്ചപ്പാടിൽ വളരെ ശക്തമായിട്ട് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടൊരു ക്യാമ്പയിനാണ് പിണറായി വിജയൻ ചിരിക്കില്ല എന്നുള്ളത്, അദ്ദേഹം ഗൗരവക്കാരനാണെന്നുള്ളത്, അദ്ദേഹം ഒരു കർക്കശക്കാരനാണെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിണറായി വിജയൻ ഒരു അഴിമതിക്കാരനാണ്, അദ്ദേഹം നിയമവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള കുറേ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ട് അതൊന്നും വലതുപക്ഷത്തിന് വിജയിപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷേ അവർക്ക് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഗതിയാണ്. ഇതേ വലതുപക്ഷ ചിന്ത തന്നെയാണ് നമ്മുടെ വയനാടിൻ്റെ ബഹുമാനപ്പെട്ട MP-യുടെ മൂക്കും മുഖവും ചിരിയും ചുണ്ടും കണ്ണും ഒക്കെ പഴയ പ്രധാനമന്ത്രിയുടേത് പോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് പൊലിപ്പിക്കുന്ന ഒരു രീതി. ഇതൊക്കെ കൃത്യമായിട്ടുള്ള വലതുപക്ഷ രീതിയാണ്. എന്തുകൊണ്ടാണ് ഇവർ രാഷ്ട്രീയം സംസാരിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറയുന്നിടത്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ ദിവസം മീഡിയ 1-ൽ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് വളരെയധികം വൈറലായി പോകുന്നുണ്ടായിരുന്നു. അതായത് ഷാഫിക്ക ഒരു വലിയ ക്രൗഡ് പുള്ളറാണ്, അദ്ദേഹം ചിരിക്കുന്നു, അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നു, അദ്ദേഹം ഓടി നടക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വരാജ് രാഷ്ട്രീയം പറയുന്നുവെന്ന്, അദ്ദേഹം ഗഹനമായിട്ടുള്ള സാമാന്യ ബുദ്ധിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്ന വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്, യുവജനങ്ങൾക്കിഷ്ടം കുറച്ചുകൂടി നമ്മുടെ
ഇത്തരത്തിലുള്ള ഓടിപ്പോകുന്നു, ചാടി നടക്കുന്നു, തുള്ളിച്ചാടുന്നു, ഇതൊക്കെയല്ലേ എന്നുള്ള രീതിയിലുള്ളൊരു സംഗതി. പക്ഷേ അതിന് മറുവാദവും അതേ ഇൻ്റർവ്യൂവിൽ തന്നെ വരുന്നുണ്ട്, ഇതിലേതാണ് വേണ്ടത് എന്നുള്ള ഒരു യഥാർത്ഥ ചോദ്യം. പോയിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര മലയാളത്തിൽ പറയുന്നതും അതേസമയം അവർ കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പറയുന്നത് വർക്കാവുന്നതും മറ്റതായിരിക്കില്ലേ? ക്രൗഡിന് ഇങ്ങനെ ഒരു നല്ല മലയാളം കേൾക്കാൻ വേണ്ടി പ്രസംഗത്തിന് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ഷാഫി ആയിരിക്കും. ഷാഫിക്ക് അങ്ങനെ ഒരു ക്രൗഡിനെ ഉണ്ടാക്കാൻ പറ്റും. ഷാഫിനോടാണ് കുറച്ചും കൂടെ താല്പര്യം. അല്ല, അങ്ങനെയല്ല, ഭാഷ നോക്കുമ്പം ഈ ഒരു സാധാരണക്കാരെ ഇങ്ങനെ ഈ പറഞ്ഞ ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ എനിക്ക് സ്വരാജിന്റെ ആ ഒരു ഭാഷ കുറച്ചും കൂടി എലീറ്റ് സ്വഭാവമുള്ള ഒരു ഭാഷയായിട്ടാണ്. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു. റീൽസ് ഷാഫി അവിടെ പോകുന്നു, കുറച്ച് മ്യൂസിക് ഒക്കെ കയറ്റി, ഷാഫി സ്ലോ മോഷനൊക്കെ പോകുന്നു. അതെ, അപ്പൊ ലൈക്ക് വരുന്നു, ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നു. കൂടുതൽ താല്പര്യം ഈ ചോദ്യം ചെയ്യൽ ഇടതുപക്ഷ ചിന്തയാണ്. അതായത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിങ്ങനെയല്ല പോവേണ്ടത്, വിമർശനാതീതമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയും വലതുപക്ഷ ചിന്തയാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ മതം, നമ്മൾ ചെയ്തു വന്നിരുന്ന രീതികൾ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അത് ഈവൻ ഐഡിയോളജീസും ആവാം, അത് വിമർശനാതീതമാണ്, അത് അങ്ങനെ തന്നെ നിലനിന്ന് പോകേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നത് ഒരു വലിയ വലതുപക്ഷ ചിന്തയാണ്. അവിടെ ചോദ്യം ചെയ്യപ്പെടുക, വിമർശിക്കപ്പെടുക, മാറ്റങ്ങളുണ്ടാവുക, അൺസെറ്റിലിംഗ് ഓഫ് ആൻ എക്സിസ്റ്റൻസ്, ഒരു നിലനിന്ന് പോകുന്ന ഒരു സംഗതിക്ക് വിരുദ്ധമായിട്ടൊരു അപ്സെറ്റിംഗ് ഉണ്ടാവുക, ഇതൊക്കെ ഇടതുപക്ഷ ചിന്തയായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈക്വാലിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് രണ്ട് വലിയ ചർച്ചകളിലേക്ക് നമുക്ക് ഈ ഇടതുപക്ഷ വലതുപക്ഷ ചിന്തകളെ കൊണ്ടു നിർത്താൻ വേണ്ടി സാധിക്കും. സ്ത്രീകൾക്ക് എതിരെയുള്ള അടിച്ചമർത്തലുകൾ, ഡിസ്കഷൻ ഓഫ് പാട്രിയാർക്കി, ഇമ്പോർട്ടൻസ് ഓഫ് ഫെമിനിസം എന്നൊക്കെ പറയുന്ന സമയത്ത് എവിടെ എന്താ പ്രശ്നം, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് നോക്കിയാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, എൻ്റെ ചുറ്റുപാട് നോക്കിയാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ള വളരെ സൂപ്പർഫിഷ്യൽ ചിന്തകൾ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമായിട്ടും ലാൻഡ് ചെയ്യുന്നത് വലതുപക്ഷ ചിന്തകളിലാണ്. അതിനപ്പുറത്തേക്കുള്ള ചിന്തയെയാണ് നമ്മൾ ബാക്ക് ചെയ്യേണ്ടത്. ഇതങ്ങനെയല്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിൻ്റെ ചരിത്രം എന്താണ്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നൊക്കെയുള്ള ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇടതുപക്ഷ ഭാഗത്ത് വരും. റിസർവേഷനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ വളരെ ബ്ലൈൻഡായിട്ട് നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ചുറ്റുമുള്ള ചില ചെറിയ ചെറിയ കാഴ്ചകളിൽ മാത്രം കണ്ണുടക്കി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വിട്ടുപോകുന്ന സോഷ്യൽ റിയാലിറ്റി, ഈ സോഷ്യൽ റിയാലിറ്റിനെ മനസ്സിലാക്കാനായിട്ട് വി ഹാവ് ടു ഗോ ബിയോണ്ട് ദ പെരിഫറൽ ലെൻസ് അല്ലേ. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വളരെ ഈസി ആയിട്ട്, വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രം നോക്കിയാൽ കാണുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ രീതികൾ ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തികൾ ചെയ്യാനും ആ ഒരു ഐഡിയോളജി ഇംപ്ലിമെൻറ്റേഷനും ബുദ്ധിമുട്ടായി മാറുന്നു. മറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനാണെങ്കിൽ, നമ്മുടെ ശബരിമല വിഷയം, അവിടുത്തെ സ്ത്രീ പ്രവേശം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആചാര സംരക്ഷണമാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയം തമാശ എന്നൊക്കെ പറയേണ്ടി വരും. ഇതിങ്ങനെ തന്നെ പോയാൽ എന്താ പ്രശ്നം, ഇതിങ്ങനെ തന്നെയല്ലേ പോവേണ്ടത്, ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ ആയിരുന്നില്ലേ, ഇനിയും ഇതിങ്ങനെയൊക്കെ തന്നെ മതി, അതിൽ ഒരു മാറ്റം വരേണ്ട കാര്യമില്ല എന്നുള്ള ചിന്തകളൊക്കെ വലതുപക്ഷ ചിന്തയും. നേരെ തിരിച്ചു വന്നാൽ അത് ഇപ്പുറത്തേക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഒരു വലിയ അംബ്രല ടൈമായിട്ടാണ് നമ്മൾ ശരിക്കും ഈ ഇടതുപക്ഷ ചിന്തനെ, ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. അതിൻ്റെ കീഴിൽ വരുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജീസാണ് കമ്മ്യൂണിസം, സോഷ്യലിസം ഒക്കെ, സൊസൈറ്റി ഐഡിയോളജീസ് ഒക്കെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് വിളിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഭാവികമായിട്ടും ഈ ഇടതുപക്ഷ പൊതുചിന്തയുടെ കീഴിൽ വരുന്ന ഒരു വിഭാഗമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, പ്രേക്ഷകരോട് ചോദ്യം ചോദിക്കട്ടെ. നമ്മളിവിടെ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ വലതുപക്ഷത്ത് നമ്മൾ കൊണ്ടു നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ എന്ന് പറയുന്നത്, അതായത് LDFന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത് UDF ആണ്. അതിന് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. ഈ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് വിളിക്കുന്നതാണ് വലതുപക്ഷം എന്നുള്ളൊരു ധാരണ. അപ്പം BJP ഇതിലേതിലാണ് വരുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതാണ് ഞാൻ പറയുന്നത്. നമ്മളിവിടെ LDF UDF എന്ന് പറയുന്നതാണ് ഇടതുപക്ഷം വലതുപക്ഷം എന്നൊരു പൊതുചിന്ത നമുക്കുണ്ടെന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ LDFും UDFും വരുമ്പോൾ BJP ഇല്ലേ ഇവിടെ, മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ഇവിടെ ഇല്ലേ, ഇവരൊക്കെ ഇത്തരത്തിൽ ഈ ഇടതുപക്ഷം വലതുപക്ഷം ഐക്യജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബാനറിൽ മാത്രം വരുന്ന ആൾക്കാരല്ലല്ലോ. ഇത് അതിന് മുകളിലേക്കാണ് എന്നാണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഒരു കോമൺ ബ്രാൻഡിങ് കൊടുത്തു നോക്കുകയാണെങ്കിൽ, ഈ ഒരു അംബ്രല ടൈമിൻ്റെ കീഴിലേക്ക് വരികയാണെങ്കിൽ, ഈ നിലനിന്ന് പോകണം അല്ലെങ്കിൽ മാറ്റമില്ലാതെ തുടരണം, പാരമ്പര്യവാദം, യഥാസ്ഥിതികത, അതുപോലെ തന്നെ ആചാര സംരക്ഷണം എന്നൊക്കെ പറയുന്നതിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരും വലതുപക്ഷത്ത്
വന്ന് നിൽക്കേണ്ടി വരും. ജെൻഡറിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ജെൻഡറിനെ കുറിച്ച് പറയുമ്പോഴാണല്ലോ നമ്മൾ ഈ പറഞ്ഞ ശബരിമല പ്രശ്നം, ആചാര സംരക്ഷണമൊക്കെ വരുന്നത്. ഈ ജെൻഡർ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് തന്നെ വലിയ തെറ്റുണ്ട് എന്നൊരു സംഗതിയാണ്. അതായത് ഫസ്റ്റ് ജെൻഡർ, സെക്കൻഡ് ജെൻഡർ, തേർഡ് ജെൻഡർ. ഒന്നാമത്തെ ജെൻഡർ ആണുങ്ങളാണ്, പുരുഷന്മാരാണ്. രണ്ടാമത്തെ ജെൻഡർ സ്ത്രീകളാണ്. അവിടെ തന്നെ നമ്മൾ പ്രശ്നമാക്കി കഴിഞ്ഞു. ഇതിനൊക്കെ പുറമേ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ തേർഡ് ജെൻഡർ എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഈ യൂസേജ് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ അതങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതേ പ്രശ്നമാണ്. അപ്പോൾ നേരെ മറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ അതൊരു അബദ്ധമായല്ലോ എന്ന് തോന്നുന്നത് ഒരു ഇടതുപക്ഷ ചിന്തയാണ്. അപ്പം ഈ മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയുന്ന ഇവരുടെ മുമ്പോട്ട് വരൽ കുറച്ച് കാലമായിട്ട് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ? ഇപ്പം പൊങ്കാലയുടെ സമയത്ത് അവിടെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? നമ്മൾ ക്യൂർ പരേഡുകൾ വളരെയധികം വിസിബിലിറ്റിയിലേക്ക് വരുന്നുണ്ട്. ക്യൂർ പരേഡ് നടക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ മനപ്രയാസം തോന്നുന്നുണ്ടോ? തുറന്നുള്ള പ്രഖ്യാപനങ്ങൾ, ഐഡൻറ്റിറ്റി റെവലേഷൻസ്, അതിനെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകളൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അവരുടെ വസ്ത്ര രീതികൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ഏത് ഭാഗത്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇത് പഴയ പോലെ ആയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയാണ് നിങ്ങളെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. നിങ്ങളതിൻ്റെ വലതുപക്ഷത്ത്, യാഥാസ്ഥിതിക ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നതിനുപരി അവർക്ക് എന്താണ് വേണ്ടത്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്താണ് തോന്നുന്നത് എന്ന് കാണുകയും വ്യത്യസ്തതകൾ നിലനിൽക്കെ തന്നെ അവരെ ബഹുമാനിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യത്വപരമായ രീതിയാണ്. മനുഷ്യത്വപരമായ രീതി എന്ന് പറയുന്നത് ഇടതുപക്ഷ രീതിയായി മാറുമെന്ന് പറയുന്ന സമയത്ത് ഈ വലതുപക്ഷ രീതി എന്ന് പറയുന്നത് എത്ര മനുഷ്യത്വരഹിതമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇപ്പം ഈ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും, വളരെ സ്വാഭാവികമായിട്ടും എല്ലാ യുദ്ധങ്ങളും എന്നുള്ള പോലെ അമേരിക്കയുടെ പ്രസൻസ് അവിടെയുണ്ട്. ഇറാൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെ എതിർത്തിരുന്ന, കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കിയിട്ടുള്ള, കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്തിയ, കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഇറാനിലുണ്ടായിരുന്നത്. അദ്ദേഹമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും കേരളത്തിലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു ചിന്ത ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആ ഒരു രാജ്യം എന്ന് പറയുന്ന രീതിയിൽ അവർക്കുണ്ടാവേണ്ട പരമാധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും തയ്യാറാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് എളുപ്പമല്ല. അത്തരത്തിലൊരു ചിന്ത ഒരാൾക്ക്, ഒരു മനുഷ്യനുണ്ടാവുക എന്ന് പറയുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള രീതിയല്ല എന്ന് പറയുന്നത്. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ആളുടെ, ഒരു രാജ്യത്തിൻ്റെ പക്ഷം ചേരുക എന്ന് പറയുന്നത് ഇടതുപക്ഷ രീതിയല്ല. കാരണം ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ ആരും ജയിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ബോധ്യത്തിൽ നിന്നും ഉണ്ടാകുന്നൊരു കാര്യമല്ല. യുദ്ധത്തിൽ മരണപ്പെടുന്നത് സാധാരണക്കാരും കൂടിയാണ് എന്ന്, അതായത് എതിർക്കപ്പെടേണ്ട ആൾക്കാരല്ല ഒരു രാജ്യത്തിലെ എല്ലാവരും എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു സംഗതിയാണ് നാഷണലിസം, ദേശീയവാദം. ദേശീയവാദം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു വലിയ എതിരഭിപ്രായമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വാക്കായിട്ട് മാറിയേക്കാണ്. പക്ഷേ അതിർത്തികൾ തിരിച്ച് മനുഷ്യനെ വിഘടിച്ച് കാണുന്നതിനെക്കുറിച്ച് തന്നെയാണ് നാഷണലിസം എന്ന് പറഞ്ഞൊരു ഐഡിയോളജി വെച്ച് സംസാരിക്കുന്നത്. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് തവണ എൻ്റെ വീഡിയോയിലും എഴുത്തുകളിലൊക്കെ വന്നു പോയിട്ടുള്ളൊരു സംഗതി കൂടിയാണ്. ഐ വിൽ നെവർ ലെറ്റ് നാഷണലിസം ട്രയംഫ് ഓവർ ഹ്യൂമാനിറ്റി. മനുഷ്യത്വത്തിന് മുകളിലേക്ക് വളർന്ന് പന്തലിച്ച് പോകുന്ന ഒരു ദേശീയവാദത്തെ ഒന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് അതിർത്തികൾക്കും അപ്പുറത്തേക്ക് മനുഷ്യനെ കാണാൻ വേണ്ടി സാധിക്കണമെന്നുള്ള ഒരു ഐഡിയോളജിയാണ്. ഇത് എളുപ്പമല്ല. ഇത്തരത്തിൽ ചിന്തിക്കുക, ഇത്തരത്തിൽ പ്രവർത്തിക്കുക, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതേ സമയത്ത് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും അവസാനത്തേതല്ല എന്ന് മനസ്സിലാക്കുകയും കൂടെ വേണം. വിമർശനാതീതമല്ല എന്ന് മനസ്സിലാക്കുകയും കൂടെ വേണം. വിമർശനങ്ങളുണ്ടായാൽ അതിനോട് തുറവയുണ്ടാവുകയും കൂടെ ചെയ്യുക, ഇതൊന്നും എളുപ്പമുള്ളൊരു രീതിയല്ല. അതുകൊണ്ട് തന്നെ വലതുപക്ഷ ഇടതുപക്ഷ ചിന്തകൾ വരുന്ന സമയത്ത് അതിൽ ബുദ്ധിമുട്ടുള്ളത് ഏതാണ് എന്ന് വളരെ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. പക്ഷേ ഇതിലേതാണ് ഈ സമൂഹത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ആവശ്യകത എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇതിലേത് രീതിയിലാണ്, ഏത് മാർഗത്തിലൂടെയാണ് ലോകം മുമ്പോട്ട് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മാറ്റത്തിൻ്റെ രീതി മാത്രമാണ്. അത് മാറ്റത്തിൻ്റെ ഒരേ ഒരു മാർഗമാണ്. നിങ്ങളിതിലേത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിലേത് വിഭാഗത്തിലാണ് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവർത്തികൾ
നിങ്ങൾ കൊണ്ടുചെന്ന് നിർത്തിയിട്ടുള്ളത്. ഒരുപാട് ചിന്തിക്കേണ്ട, ഒരുപാട് ചർച്ച ചെയ്യേണ്ട, ഒരുപാട് ചിന്തകൾക്ക് വിധേയപ്പെട്ടു പോകേണ്ട ചിന്തകളാണ്. എനിക്ക് ഈ ലോകത്തിൻ്റെ സമാധാനത്തിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്ക് പരസ്പര ബഹുമാനം എൻ്റെ സഹജീവികളോടുണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്ക് വിമർശനാതീതമല്ല എൻ്റെ വിശ്വാസങ്ങളൊന്നും എന്ന് ഒരു തോന്നലുണ്ട്, ഒരു ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, മാറ്റമെന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ വികസനത്തിന്, വളർച്ചയ്ക്ക് അനിവാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് പോലുള്ള വാക്കുകളൊക്കെ ഉണ്ടാവേണ്ടത് ഏത് ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് ഉണ്ടാവേണ്ടതുണ്ട്. വളരെ വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ പറഞ്ഞു പോകുന്നതിനനുസരിച്ച് ഇതിനെ കണക്ട് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുമുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോവാം. If anyone has had the patience of watching until this moment of the video, thank you so much. We'll see in another video sometime.